നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഇന്നത്തെ കഥ ഈ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കരുത്. വഞ്ചി എന്ന് പറഞ്ഞത് എന്താ? നമ്മൾ പുഴയ്ക്ക് അക്കരെ ഇക്കരെ കടക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. അത് ഒരു വഞ്ചിയിൽ രണ്ട് കാലും വെച്ചിരിക്കുക, ആ വഞ്ചി അക്കരെ എത്തുമ്പോൾ അങ്ങനെയാണ് യാത്ര ചെയ്യുക. അടുത്ത് തന്നെ വേറെ വഞ്ചി ഉണ്ടെങ്കിൽ ആ വഞ്ചിയിൽ വേറെ ആൾക്കാർക്കും യാത്ര ചെയ്യാം. ഒരാൾ തന്നെ ഈ വഞ്ചിയിലും കാല് വയ്ക്കും, ആ വഞ്ചിയിലും കാല് വയ്ക്കും. വഞ്ചി രണ്ട് വഴിക്ക് പോകും. ഈ യാത്രക്കാരന് എന്താ സംഭവിക്കുക? ഒന്നാലോചിച്ച് നോക്കൂ. കാല് ഇതിൽ മുറച്ച് നിൽക്കില്ല, അതിലേക്ക് മുറച്ച് നിൽക്കാൻ പറ്റില്ല. വഞ്ചി അന്ന് പോകുമ്പോൾ വഞ്ചിയിൽ നിന്ന് ഇട്ടുപോയി വെള്ളത്തിൽ വീണായിക്ക് ആപത്ത് സംഭവിക്കും. അതുകൊണ്ട് ആണ് പറയുന്നത് രണ്ട് തോണിയിൽ അല്ലെങ്കിൽ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കരുത്. ഈ തത്വം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ. ഈ കഥയുടെ പേര് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, രണ്ട് തോണിയിലും കാല് വയ്ക്കരുത്. ഒരു കാട്ടിലെ പക്ഷികളുടെ മൃഗങ്ങളുടെ ഇടയിലുള്ള കഥയാണ് കേട്ടോ. അവിടെ ഒരു ചിക്കു കുറുക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ സൂത്രവും കഴിച്ചലൊക്കെ ഉള്ള മൃഗമാണ്. ചിക്കു കുറുക്കനുണ്ടായിരുന്നു. അതുപോലെ തത്തമ്മ പെണ്ണ്. പക്ഷികളൊക്കെ പറന്ന് മരത്തിൽ നിന്ന് മരത്തിലേക്ക് പോണൊരു തത്തമ്മ പെണ്ണ്. പിന്നെ ഉള്ളതൊരു മുന്നി വവ്വാൽ. ആ വവ്വാലിൻ്റെ പേര് മുന്നി വവ്വാൽ. വവ്വാലിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരത്തിൽ തത്തമ്മ പറന്നു പോകണു, മരത്തിൻ്റെ പൊത്തിലിരിക്കുന്നു, കുറുക്കൻ താഴെ കൂടി ഓടി കിടക്കുന്നു. തത്തമ്മ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വവ്വാലിനെ നമ്മളിപ്പോൾ എവിടെ കാണുന്നത്? മരത്തുമ്മ തല കീഴായിട്ട് കിടക്കുന്നതാണ്. ഭൂമിയിലുമല്ല മരത്തിലുമല്ല. ആ വിധത്തിൽ എന്താ വവ്വാൽ ഇങ്ങനെ ആവാൻ കാരണം? അത് കാണിക്കുന്ന കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇരു തോണിയിലും കാല് വയ്ക്കരുത്. അപ്പോൾ കാട്ടിൽ ഇവർ കൂട്ടുകാരായിട്ടാണ് ജീവിച്ചിരുന്നത്. ആരൊക്കെ? ചിക്കു കുറുകനും അതുപോലെ തത്തമ്മ പെണ്ണും മുന്നി വവ്വാലും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആകെ അവിടുത്തെ കാലാവസ്ഥയ്ക്കൊരു മാറ്റം വന്നു കാട്ടിൽ. കാലാവസ്ഥയ്ക്ക് എന്താ മാറ്റമെന്നോ? വെള്ളമില്ല, നല്ല വേനൽക്കാല. കുളവും കിണറും പുഴയും ഒക്കെ വറ്റി വരണ്ടു. അങ്ങ് കുറച്ച് വെള്ളമുള്ളൂ. അപ്പം എന്ത് തീരുമാനിച്ചു? വെള്ളം കുടിക്കാനും കഷ്ടി, തിന്നാനോ വേനലായതുകൊണ്ട് മരങ്ങളിലൊന്നും കാഫലങ്ങളും ഇല്ല, വേരും കിഴങ്ങും അതുമില്ല. അങ്ങനെ വന്നപ്പോൾ ഇവർ കാട്ടിലെ പൊതുവേ മൃഗങ്ങളെല്ലാം കൂടി ഒരു നിയമം വെച്ചു. നിയമം എന്താണെന്നറിയാമോ? മരത്തിൽ ജീവിക്കുന്ന പക്ഷികളൊക്കെ മരത്തിലെ മുകളിലുള്ള ഭൂമിക്ക് മുകളിൽ മരത്തുമ്മയൊക്കെയുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. താഴ്ത്തിറങ്ങി വന്ന് കഴിക്കാൻ പാടില്ല. അതുപോലെ താഴെ കൂടി നടക്കുന്ന ജീവികൾ, ഇപ്പോൾ ആന, സിംഹം, കടുവ, കുരങ്ങ് അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളൊക്കെ അവർ താഴ്ത്തുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ആയി. അപ്പോൾ അത് വന്നപ്പോൾ തത്തമ്മ പെണ്ണ് പക്ഷികളുടെ കൂട്ടത്തിൽ പെട്ടുള്ളൂ. മുകളിലുള്ള ആഹാരം, മരങ്ങളിലുണ്ടാകുന്ന വിഭവങ്ങൾ, കായ്കനികൾ, പഴങ്ങൾ അതൊക്കെ കഴിച്ച് അങ്ങനെ തത്തമ്മ ജീവിക്കാൻ തുടങ്ങി. കുറുക്കനാണെങ്കിലോ കോഴിയെ പിടിക്കും, മാടിനെ പിടിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് താഴെയുള്ള ജീവികളെയൊക്കെ പിടിച്ച് അങ്ങനെയും ജീവിക്കാൻ, കിഴങ്ങൊക്കെ തുറന്ന് തിന്നും, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വവ്വാൽ നോക്കി. വവ്വാലൊക്കെ മൃഗങ്ങളുടെ പക്ഷികളുടെ കൂടെ ചെന്നിട്ട് പറഞ്ഞു, മുകളിലുള്ള ഞാൻ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ, എനിക്ക് മരത്തിമ്മയൊക്കെ കയറാൻ പറ്റും നിങ്ങളെ പോലെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ, എനിക്ക് മുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കണം, എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചപ്പോൾ ശരിയാ, വവ്വാൽ ഇപ്പം നിലത്ത് കൂടെ പോയി ആ ആഹാരം കിട്ടില്ലല്ലോ. പക്ഷിയിലും മരങ്ങളിൽ ജീവിക്കുന്ന ജീവിയല്ലേ, അതിനകത്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അങ്ങനെ പക്ഷികളുടെ കൂടെ കൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ മൃഗങ്ങളുടെ കൂടെ ചെന്നിട്ട് വവ്വാലെന്ന് പറഞ്ഞാൽ, എൻ്റെ മുഖം നോക്കൂ, നിങ്ങളുടെയൊക്കെ മുഖം പോലെയല്ലേ, എനിക്ക് പക്ഷികളുടെ കൂടെ പോയി പറന്നു പോയി തിന്ന് ആഹാരം ഇര തേടാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ കൂടെ കേട്ടോ താഴ്ത്തു കൂടെ നടക്കണം, മൃഗങ്ങളുടെ കൂടെയാണ്. എൻ്റെ ആഹാരവും കാര്യങ്ങളും എല്ലാം മൃഗങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം, ഞാൻ നിങ്ങളോടൊപ്പമല്ല, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പറ്റണത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോഴിയെ പിടിക്കാനും ആടിനെ പിടിക്കാനും മറ്റു മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനും ഒക്കെ ഈ ചിക്കു കുറുക്കൻ, വവ്വാൽ ഇവരുടെ കുറുക്കൻ്റെയും ഒക്കെ കൂടെ കൂടുകയും ചെയ്തു. അവിടെ പക്ഷികളുടെ കൂടെ അവിടെയും കൂടി. രണ്ടിലും കൂടിക്കൊണ്ട് അങ്ങനെ സുഖമായിട്ടുള്ള താമസത്തില്ല. രണ്ടിടത്തുനിന്നും തിന്നുകയും കുടിക്കുകയും ചെയ്ത് സുഖമായിട്ടുള്ള താമസം. അത് ഒരുപാട് നാളൊന്നും സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കള്ളത്തരൊക്കെ പുള്ളി പോലെ വള്ളിയില്ലേ,
പുള്ളി പുള്ളി പോലെ ഒക്കെ അതൊക്കെ കള്ളത്തരം തെളിഞ്ഞില്ലേ. അങ്ങനെ ഇരിക്കുക എന്തുണ്ടായി ഒരു ദിവസം ഈ വവ്വാലേ ഞാൻ മൃഗങ്ങളോട് പറഞ്ഞു, ഞാൻ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് നിങ്ങളെ പോലെയല്ലേ, എനിക്ക് താഴ്ത്തുന്നല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്, അപ്പോൾ ഞാൻ അതുപോലെയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മൃഗങ്ങളുടെ മുഖമാണ്. അങ്ങനെ വവ്വാല് മൃഗങ്ങളുടെ ഒപ്പം താഴെ. പക്ഷെ വവ്വാലിൻ്റെ കള്ളത്തരം അധികം നാൾ നിന്നില്ല. ഈ കാര്യം അറിഞ്ഞ പക്ഷികളുണ്ടല്ലോ വവ്വാലിനെ, അതായത് മൃഗങ്ങളുടെ കൂടെ കൂടി മൃഗങ്ങളുടെ മുഖമാണ്, മൃഗങ്ങളെപ്പോലെ കുട്ടികളെ പ്രസവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൂടിയ വവ്വാലിനെ പിന്നെ മരത്തെ കയറാനായിട്ട് പക്ഷികൾ അങ്ങോട്ട് സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാതെ മൃഗങ്ങളാവട്ടെ അവയെ ഈ കാര്യം അറിഞ്ഞ് വവ്വാലിനെ മരത്തിൽ കയറാൻ പറ്റില്ല, മൃഗങ്ങളോ അവയെ താഴേക്ക് ഇറങ്ങാനും സമ്മതിച്ചില്ല. നിങ്ങൾ കള്ളത്തരം പറഞ്ഞല്ലേ പക്ഷികളുടെ കൂടെ കൂടി, ഇത് ഞങ്ങളുടെ കൂടെയും കൂടി 2 കൂട്ടത്തിലും കൂടി നിങ്ങൾ 2 തോണിയിലും കാലിട്ടു, അതുകൊണ്ട് ഏതായാലും ഇനി താഴ്ത്തിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മൃഗങ്ങൾ പിന്നെ നിലവും തുടിക്കണ്ടേ. അങ്ങനെ ഇപ്പോൾ വവ്വാലുകൾക്ക് എന്നാൽ മരത്തിലേക്ക് കയറി പോകാനും വയ്യ, താഴത്തേക്കോട്ട് ഇറങ്ങാനും വയ്യ. അങ്ങനെ അവർ മരത്തിൻ്റെ കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കാനായിട്ട് തുടങ്ങി. അതാണ് അന്ന് തൊട്ടാണ് മരത്തിൽ തല കീഴായിട്ട് വവ്വാലുകൾ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയത്. ഇതാണ് ഇന്നത്തെ കഥ. 2 തോണിയിലും കാല് വയ്ക്കരുത് എന്നുള്ള ഒരു സാരോപദേശം കൂടെ ഈ കഥയിൽ ഉണ്ട് താനും. അപ്പം ഇന്നത്തെ കഥ 2 തോണിയിൽ കാല് വയ്ക്കരുത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.